ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇട്ടു നോക്കിയോ? അച്ചവളോട് ചോദിച്ചു. ആൾക്ക് ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. മീനുവിനെ വീണ്ടും സംശയത്തിലാക്കി. എന്താടിയൊന്നും മിണ്ടാത്തെ? ആൾട്ടർ ചെയ്യാനുണ്ടോ? കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് അച്ചു കല്ലുവിനെ വിളിച്ചു. എന്താ മീനുസേ, സായിയേട്ടനെ കണ്ടപ്പോൾ നിന്റെ കിളികളൊക്കെ പറന്നുപോയോ? കല്യാവുടെ തലക്ക് തട്ടി. അത് കേട്ടപ്പോൾ അവൾക്ക് ബോധം വന്നു. അവ ശരിക്കും വന്നല്ലേ? ഞാനോർത്ത് എനിക്ക് തോന്നിയതാണെന്ന്. എന്താ ഏട്ടൻ പറഞ്ഞേ? എന്താ ഒരു ഇൻട്രസ്റ്റ്. അങ്ങോട്ട് മാറിന്നേ. ഞാൻ രണ്ടും കൂടി ഇത്രയ്ക്ക് ഒപ്പിച്ചില്ലേ? നിങ്ങളൊന്നും അറിയണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ മീനുട്ടി. നല്ലൊരു പ്രപ്പോസൽ സീന് കളയണ്ടെന്ന് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ നിനക്ക് സർപ്രൈസ് ആയി നിന്റെ ഈ കിളി പോയി നിൽപ്പ് ഞങ്ങൾ കാണാൻ സാധിച്ചത്. മതി മതി. എന്താ പിന്നെ തുടങ്ങിക്കോ. അതിനുമുമ്പ് എനിക്ക് വല്ലതും കഴിക്കണം. നല്ല വിശപ്പ്. മീനു പോകുന്ന നോക്കി രണ്ട് മുഖത്തോട് മുഖം നോക്കി നിന്നു. വേഗം എടുത്തു വെച്ചെല്ലാം ബില്ലാക്കി പേ ചെയ്ത് അവൾക്ക് പിറകെ കഫേയിലേക്ക് വിട്ടു. ഫുഡ് തട്ടുന്നതിനിടയിൽ മീനു ആ പ്രപ്പോസൽ സീന് വിശദമായി പറഞ്ഞു കൊടുത്തു. എന്നാലും എന്റെ മീനു, നീ ഇങ്ങനെ പച്ചക്ക് പറഞ്ഞു കളയുന്നു ഞാൻ കരുതിയില്ല. നിനക്ക് ഇവളെ പോലെ കുറച്ചൊക്കെ സെൻസർ ചെയ്തിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എല്ലാം കേട്ട് കഴിഞ്ഞ് കല്ലൂര് നോക്കി അച്ചു മീനുവിനോട് ചോദിച്ചു. ഞാൻ എന്ത് സെൻസർ ചെയ്തെന്ന് കല്ലു പിടികിട്ടാ ചോദിച്ചു. അത് നീയും കാശിയുടെ അടിപിടി മാത്രമേ നീ ഞങ്ങളോട് പറയാറുള്ളൂ. വേറൊന്നുമില്ലല്ലോ. ഒന്ന് പോടി. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം ഒന്നിച്ചൊരു മുറി താമസിച്ചിട്ട് ഒന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചതാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? കല്ലു അന്തം വിട്ടിരുന്നു. എന്ത് നടന്നെന്ന്? ഈ തല്ലിന്റെ വഴക്കിൻ്റെ ഇടയിൽ എന്ത് നടക്കാനാ? ഒന്നും നടന്നിട്ടില്ലേ? ഇല്ല, ഒന്നും ഇല്ലെന്നേ. ഒരു ഉമ്മ പോലും. ആണോ കുഞ്ഞേ? ജഗതി ചേട്ടൻ എക്സ്പ്രഷൻ. ഇല്ല. എന്താടി? ഹേയ്, ഒന്നുമില്ല. കഷ്ടം തന്നെ മോലാടി, കഷ്ടം തന്നെ. പിന്നെ അവർ വേറെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് ജഗ്ഗു കല്ലൂവിനെ കൂട്ടി പോകുന്നതിന് ശേഷമാണ് സായി അവിടെ നിന്നും പോയത്. കല്ലൂവിന് ഇന്റേണൽ എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് സ്റ്റഡി ലീവ് കിട്ടി. ലീവ് തുടങ്ങിയ ഞായറാഴ്ച കാശിയുടെ ഏതോ കസിന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കല്ലൂവിന് കാശില്ലാത്തതുകൊണ്ട് പോകാൻ മടിയായിരുന്നു. എല്ലാവരും പോകുന്നതുകൊണ്ട് അവരവളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി. വൈകുന്നേരമായിരുന്നു ഫംഗ്ഷൻ. 3 മണിയൊക്കെ ആകുമ്പോൾ പോകാൻ തീരുമാനിച്ചിരുന്നു. കല്ലു ആകെ ഉഷാറിലാ കുറച്ചേരം എല്ലാവരുടെയും പുറകെ നടന്ന് പറഞ്ഞു നോക്കി. ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പയ്യെ ഒരുങ്ങാൻ തുടങ്ങി. ഒരു സിമ്പിൾ പിസ്ത ഗൗണായിരുന്നു ദേവി അവൾക്ക് വേണ്ടി എടുത്ത്. അതിട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മേക്കപ്പ് ഇടാൻ അവർ പറഞ്ഞെങ്കിലും അവൾക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കണ്ണിന് മേലെ മാത്രം ഐലൈനർ ഇട്ടൊരു പൊട്ടും തൊട്ടും മുടിയഴിച്ചിട്ടു. പൊതുവെ സൗന്ദര്യാസ്വാദകമൊന്നും അല്ലെങ്കിലും ആ ലുക്ക് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ആദ്യം തോന്നിയ ഒരു ഫോട്ടോ എടുത്ത് കാശിക്ക് അയച്ചു കൊടുക്കാനാണ്. പിന്നെ അയക്കാൻ മടി തോന്നിയോണ്ട് വാട്സാപ്പ് DP ആക്കി. അപ്പൊ കാണുമായിരിക്കും. DP ഇട്ട് കഴിഞ്ഞപ്പോഴോ ഓർത്ത് കാശിയോട് പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. ഓൺലൈനിലില്ല, പിന്നെ എങ്ങനെ പറയും? മെസ്സേജ് അയച്ചിട്ടാലോ? വേണ്ട, വിളിച്ചു പറയാം. കല്ലു കാശിയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. റിംഗിങ്. ദി സബ്സ്ക്രൈബർ യു ആർ ട്രൈങ് ടു റീച്ച് ഈസ് നോട്ട് ആൻസറിങ്. പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം. മനസ്സിലായല്ലോ, ആ ഫോൺ എടുത്തില്ലാന്ന്. അവൾ വീണ്ടും വിളിച്ചു. അപ്പോഴും ആ ചേച്ചി ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് വേറെ ഏതോ ഭാഷയിൽ എന്തോ പറഞ്ഞു. ഇത് തന്നെ കന്നഡയിൽ പറഞ്ഞായിരിക്കും. കന്നഡ കൊത്തില്ല മകളെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ കുറച്ചു നേരം ആലോചിച്ചു. സാധാരണ ഇത്ര അവസരങ്ങൾ ചെയ്യുന്നതന്നെ ചെയ്യാമെന്ന് വെച്ചു. ഒരു മെസ്സേജ് അയച്ചു. അർജുൻ്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷന് പോവാണെന്ന് പറഞ്ഞു. ബന്ധമൊന്നും അവൾക്കറിയില്ല. പേരവിടെ പറയുന്ന കേട്ടാ. ഏതൊരു കസിനാണെന്ന് മാത്രം അറിയാം. മെസ്സേജ് അയച്ചു. ഫോൺ ക്ലച്ചിൽ വെച്ച് ജഗ്ഗു വന്നു. നീ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. കല്ല് അവളെ തന്നെ ഒന്ന് അടിമുടി നോക്കി. ഇനി ഒരുങ്ങിയില്ലേ? അയ്യേ, ഇങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഒന്ന് മേക്കപ്പെങ്കിലും ചേടി. വെറുതെ പെമ്പിളേരെ പറയിക്കാൻ. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനല്ലെങ്കിൽ സുന്ദരിയല്ലേ? അതൊക്കെ നീ എന്നെ കണ്ടുപിടിക്ക്. ഒന്നൊരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും എന്നാലും ഞാൻ കണ്ട ഋതിക് റോഷനല്ലേ? സത്യമായിട്ടും കരിഞ്ഞ ഋതിക് റോഷൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് 2 കറങ്ങി അവൻ ജെല്ല് തേച്ച് വെച്ചിരിക്കുന്ന മുടി ഒന്നുകൂടെ മാടി ഒതുക്കി. എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കണ്ട? സത്യം പറ, ഋതിക് റോഷൻ പോലെ ഇല്ലേ? പിന്നെ ഇപ്പൊ കണ്ട പച്ചക്കുതിരിൽ ആകാശമേനോന്റെ അതേ ലുക്കാ. ഒഞ്ഞിപ്പോ ഓടി ഇന്ന് കണ്ടോ? അവിടെ വരുന്ന തരുണീമണികളെല്ലാം ഇന്നായിരിക്കും നോക്കുന്നത്. ഏതായി അലവലാതി എന്നോർത്തായിരിക്കും. കല്ലു ഇങ്ങനെ തളർത്തില്ലേടി. എന്താ പോവാ. അവർ രണ്ടുപേരും ഇറങ്ങി വരുന്ന നോക്കി നിൽക്കുമായിരുന്നു അച്ഛനും അമ്മയും. ഈ ചെറുക്കാൻ കുളിച്ചാൽ തല തോർത്തിട്ട. അമ്മ അവിടെ കിടന്ന ടർക്കി എടുത്ത് ഓടിച്ചെന്ന് ജഗ്ഗുവിന്റെ തല നന്നായി തോർത്തി കൊടുത്തു. അമ്മ, ഞാൻ കുളിച്ചല്ല അമ്മ, അത് ജെല്ല് തേച്ചതാ, കളയില്ലേ അമ്മ. പറഞ്ഞത് അമ്മ കേട്ടില്ല. അച്ഛനും കല്ലും നിന്ന് ചിരിക്കാനും തുടങ്ങി. തല തോർത്തി കഴിഞ്ഞ് ദേവി തന്നെ ചീപ്പെടുത്ത് വന്ന് അവന്റെ മുടി ചീകി കൊടുത്തു. അങ്ങനെ പച്ചക്കുതിരിലെ ആകാശമേനോൻ ചക്കരമുത്തില രവീന്ദ്രനായി. യാത്രയിൽ ജഗ്ഗുവിന്റെ മുഖം വീർത്തിരുന്നെങ്കിലും ബാക്കി എല്ലാവരും നല്ല ജോളിയായി തന്നെ പോയി. ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവരിറങ്ങി അകത്ത് കയറിയതേ ആരെയോ പരിചയക്കാർ വന്ന് മിണ്ടുന്നുണ്ടായിരുന്നു. കല്ലുവിനെ ആരെ അറിയാത്തതുകൊണ്ട് വെറുതെ ചിരിച്ചു നിന്നു. അച്ഛൻ കാർന്നോമാരുടെ കൂട്ടത്തിലേക്ക് പോയി. ജഗ്ഗു അവന്റെ പ്രായമുള്ള ആരെയോ കണ്ടപ്പോൾ അവരുടെ ഒപ്പം പോയി.
പതിവ് പോലെ പൊങ്ങച്ച ആന്റിമാര് വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കാശി വരാത്തതിന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. കല്ലുവൊന്നും കേട്ടില്ല. എവിടുന്ന് ആ ബിരിയാണിയുടെ മണം വരുന്നതെന്നായിരുന്നു അവളുടെ മനസ്സറിയേ. സ്റ്റേജിൽ അതിനിടയ്ക്ക് മോതിരം മാറിയെന്ന് അവൾ ശ്രദ്ധിച്ചില്ല. അമ്മ ആന്റിമാരുടെ ഒപ്പം കൂടി തകർക്കുന്നുണ്ട്. ആന്റിമാരുടെ കണ്ണിടക്ക് അടുത്തിരിക്കുന്ന കല്ലുവിൻ്റെ നേരെയാവും. വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കാൻ വരും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായില്ലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞോർക്കുമ്പോൾ മിണ്ടാതിരിക്കും. കല്ലുവിന് എങ്ങനെയെങ്കിലും അവിടുന്ന് മാറിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് വരണ്ടായിരുന്നെന്ന് തോന്നുന്നത്. എങ്കിൽ പിന്നെ ഫോണിൽ തോണ്ടാന്ന് കരുതിയപ്പോൾ ദേ വരുന്നൊരു കോള്. ഫോണിൽ തെളിഞ്ഞു വന്ന പേര് കണ്ടതും കല്ല് കുറച്ചു നേരം സ്തബ്ധയായിരുന്നു. കാശി എന്താ ഇപ്പം വിളിക്കാൻ? ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായിരിക്കും. മെസ്സേജ് കണ്ടു കാണോ? ആലോചിച്ചുകൊണ്ടിരുന്ന കോള് കട്ടായി പോയി. അയ്യോ! തിരിച്ചു വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് വീണ്ടും വിളി വന്നു. കല്ലു ദേവിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. എവിടെ പോയി കിടക്കായിരുന്നടി? ഫോൺ ചെവിയോട് ചേർത്ത് ഒരു അലർച്ചയാണ് കേട്ടത്. കല്ലൂരൊന്നും മനസ്സിലായില്ല. ആദ്യമായിട്ട് ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്റെ നാവറിക്ക് പോയോ? നീ എവിടെയാണെന്ന്? ഞാൻ ഇവിടെ. എവിടെ? ഫോൺ വിളിക്കാൻ എത്ര താമസം? അത് എടുത്തപ്പോഴേക്കും കട്ടായി പോയി. അപ്പുറത്ത് ദേഷ്യം കടിച്ചു പിടിക്കുന്ന അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണം മാത്രം മനസ്സിലായില്ല. ഞാൻ അയച്ച മെസ്സേജ് കണ്ടില്ലേ? ആ കണ്ടു. നീ ഒന്നിനിപ്പോ അങ്ങോട്ട് പോയേ? അത് ഞാൻ വരണില്ല എന്ന് പറഞ്ഞ അവര് നിർബന്ധിച്ചിട്ടാ വന്നേ. അവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വിളിച്ചാൽ പോകരുത്. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങി കുടിക്കരുത്. എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ ജഗ്ഗുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഒറ്റയ്ക്ക് കൊണ്ടും പോകരുത്. ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് മനസ്സിലായില്ലെങ്കിലും അവളെല്ലാം മൂളി കേട്ടു. എന്നാ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആ കോള് കട്ടായി കഴിഞ്ഞതും കുറേ നേരം അവൾ ഫോൺ ചെവിയോട് ചേർത്ത് തന്നെ പിടിച്ചിരുന്നു. പോയ കിളികൾ തിരികെ വന്നിട്ട് വേണം അതൊന്ന് എടുക്കാൻ. അവര് വന്ന് ആരവിടെ പടക്കം പൊട്ടിച്ചതെന്ന് ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത്. കല്ലു തിരിച്ചെന്ന് ദേവിയുടെ അടുത്തിരുന്നു. അല്ലാണ്ട് എന്ത് ചെയ്യാം? ആ ഫോൺ കോൾ കണ്ട് അവൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. കുറച്ചു നേരം പുറത്തുനിന്ന് കെട്ടിയവനോട് സുള്ളുന്നതും. വെയിറ്റ്, ഇവരുടെ കാര്യത്തിൽ സൊള്ളലൊന്നും നടക്കില്ല. തള്ളല് മാത്രമേ നടക്കൂ. അല്ല, തല്ലല് മാത്രമേ നടക്കൂ. ആ ഇനിയിപ്പോൾ അതല്ല ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പവനായി ശവായി എന്ന് തന്നെ പറയാം. എന്നാൽ കെട്ടിയോളിവിടെ പവനായിട്ടിരിക്കുമ്പോൾ കാശിയുടെ കോൾ അടുത്ത ആളെ തേടിപ്പോയി. ജഗ്ഗു പതിവില്ലാതെ കാശിയുടെ കോള് കണ്ടെന്ന് അമ്പരന്ന്. ഹലോ ഏട്ടാ, നിന്നോട് ആരടാ പുള്ളിയെ പറഞ്ഞേ അവളെയും കൊണ്ട് അവിടേക്ക് പോവാൻ? സുഭാഷ് അവളോട് കാണിച്ചതിൻ്റെ ബാക്കി കലിപ്പ് ഇവനോട് കാണിച്ചു. അത് ഞാൻ അവള് അവിടെ ഒറ്റക്കായതുകൊണ്ട് എല്ലാവരും വന്നു. പേടിച്ചിട്ട് അവനെന്താണ് പറയുന്നതെന്ന് അവന് തന്നെ അറിയില്ല. കല്ലൂന് കാശിയുടെ ദേഷ്യമൊന്നും പരിചയമില്ലെങ്കിലും ജഗ്ഗുവിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും പാവം, അവൾ ഒറ്റക്കാക്കി വരാൻ പറ്റാത്തതുകൊണ്ട് കൂടെ കൊണ്ടുവന്നല്ലേ. അതോർത്തപ്പോൾ കാശിക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. അവള് ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് കൊണ്ട് വിടരുത്. എപ്പോഴും നിന്റെ കൺവെട്ടത്തുണ്ടാവണം അവള്. ശരി കേട്ടോ, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും പന്തിയോട് തോന്നിയാൽ വിളിക്കണം. ജഗ്ഗു കല്ലൂരിനെ നോക്കി. ദേവിയുടെയും പൊങ്ങച്ചാന്റിമാരുടെ ഇടയിലിരുന്ന് ഞെരിവിരി കൊള്ളുന്നുണ്ട് അവള്. ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയതോടെ ഹാളിൽ തിരക്ക് തുടങ്ങി. കല്ലൂനെ കൂട്ടി ദേവി കഴിക്കാൻ വേണ്ടി പോയി. തിരക്കിനിടയിൽ ഒരു പെൺകുട്ടി കല്ലൂനെ വന്ന് ഇടിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ജ്യൂസ് കല്ലൂന്റെ ഡ്രസ്സിൽ വീണു. ഇരിക്കാൻ നേരമാണ് കല്ലു അത് കണ്ടത്. ദേവി ഇരുന്ന് കഴിഞ്ഞിരുന്നു. വാഷ് ചെയ്തിട്ട് കഴിക്കാമെന്ന് കരുതി കല്ലു വാഷ്റൂമിലേക്ക് നടന്നു ഒറ്റയ്ക്ക്. ജഗ്ഗു ആ തിരക്കിനിടയിൽ കല്ലൂനെ തപ്പാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും കാണാതെ പോയി. തപ്പി തപ്പി ദേവിയെ കണ്ടുപിടിച്ചു. പക്ഷെ കൂടെ കല്ലു ഇല്ല. അമ്മേ, കല്ലുയുടെ തിരക്കിനിടക്ക് എങ്ങനെയാ അവിടെ വരെ ചെന്ന് ജഗ്ഗു ദേവിയോട് ചോദിച്ചു. അവളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു മോനെ. ഡ്രസ്സിൽ എന്തോ വീണെന്ന് പറഞ്ഞ് വാഷ് ചെയ്യാൻ പോയി. എന്തോ ഒരു ഭയം അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി. എങ്ങോട്ടാ പോയത്? ദേവി അവൾ പോയ വഴിയെ ചൂണ്ടിക്കാണിച്ചു. ജഗ്ഗു പിന്നെ ഒരു ഓട്ടമായിരുന്നു അങ്ങോട്ട്. റെസ്റ്റ് റൂമിന്റെ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തുനിന്ന് കല്ലൂന് വിളിച്ചു. അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോഴാണ് അകത്തുനിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. അവൻ അവിടെ കണ്ട് അവളൊന്ന് ഞെട്ടി. കുട്ടി, അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇവളിത് എവിടെ പോയി? ഇനിയിപ്പോൾ എവിടെ തിരക്കും ദൈവമേ. ആലോചിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്നതിനിടയിലാണ് മുന്നിലെ കോറിഡോറിന്റെ അറ്റത്തായി ഒരാളനക്കം ശ്രദ്ധിക്കുന്നത്. അത് സ്റ്റോർ റൂമിലേക്കുള്ള വഴിയായിരുന്നു. അങ്ങോട്ടേക്ക് ആരും പോവാറില്ലെന്ന് കണ്ടാലറിയാം. ജഗ്ഗു അവിടേക്ക് നടന്നു. കോറിഡോർ തുടങ്ങുന്നിടത്ത് നിന്ന് ഒരു തുണിക്കഷ്ണം കമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന അവൻ കണ്ടു. അടുക്കും തോറും വ്യക്തമായി അത് കല്ലൂന്റെ ഗൗണിന്റെ മെറ്റീരിയലാണെന്ന്. ജഗ്ഗു ഒച്ചയില്ലാതെ അനക്കം കേട്ട ഭാഗത്തേക്ക് നടന്നു. അവനൊരു കയ്യകലത്തിലെത്തിയപ്പോൾ ഉച്ചത്തിലൊരു അലർച്ച കേട്ടു. നോക്കേണ്ട, പെൺ ശബ്ദമല്ല, ഒരു ആൺ ശബ്ദം. പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒന്ന് അവിടെ. അപ്പോ കേട്ടുകൊണ്ട് ജഗ്ഗു ധൃതിയിൽ അങ്ങോട്ടേക്ക് ഓടി. ഓടി ഓടി സ്റ്റോർ റൂമിലേക്കുള്ള സ്റ്റെപ്പിന്റെ തൊട്ട് താഴെ എത്തിയ ജഗ്ഗു ആദ്യം കണ്ടത് അടിവയറ്റിൽ കൈവച്ച് നിലത്ത് കിടന്ന് പുളയുന്ന ഒരുത്തനെയാണ്. തൊട്ടടുത്ത് തന്നെ വേറൊരുത്തനുണ്ട്. അവനൊരു കൈ കൊണ്ട് കല്ലൂനെ വട്ടം പിടിച്ചിട്ടുണ്ട്. മറുകൈ അവിടെ വാമൂടി വെച്ചിരിക്കുന്നു. ആ നിൽപ്പ് കണ്ട് തീരുന്നതിന് മുന്നേ അടുത്ത അലർച്ച വന്നു. മേൽ പറഞ്ഞ ചേട്ടൻ സ്പോൺസർ ചെയ്താണ് ഈ അലർച്ച. കല്ലു കാലുമടക്കി ചേട്ടന്റെ മുട്ടുകാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. അതോടെ ചുറ്റി പിടിച്ചിരുന്ന കൈയായഞ്ഞു. ഒരു കൈ കൂടെ ഉണ്ടല്ലോ, അതും വിട്ടില്ല, കൊടുത്തൊരു കടി. ഇപ്പൊ ചേട്ടൻ കൈ കൂടെയാണോ അതോ കാല് തിരുമണോ എന്നറിയാതെ വിജൃംഭിച്ച് നിൽക്കുന്നു.
ഇതെല്ലാം കൂടി കണ്ടിട്ട് ജഗ്ഗുവിന് ചിരി പൊട്ടി. അവന് പണ്ട് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നവരെ കണ്ടാൽ ചിരി വരും. അവന്റെ ചിരി കേട്ടപ്പോഴാണ് അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്ന ഗുണ്ടാ ചേട്ടന്മാർ കാണുന്നത്. നിൽക്കണോ ഓടണോ അവനെ തല്ലണോ എന്നറിയാതെ ചേട്ടന്മാർ തമ്മിൽ നോക്കി. നിന്ന് കായും കാലം തിരുമുന്ന ചേട്ടൻ നിലത്തിടക്കുന്ന ചേട്ടൻ നോക്കി പുരികം പൊക്കി എന്തു വേണമെന്ന് ചോദിച്ചു. ആ ചേട്ടൻ തിരിച്ചൊന്നും ചെയ്യേണ്ട വിട്ടേരെ നേരത്തിൽ പുരികം കൊണ്ട് എന്തോ കാണിച്ചു. നിന്ന ചേട്ടന് വിഷമായും തോന്നുന്നു. അതെന്തായെന്ന് ചേട്ടൻ വീണ്ടും കണ്ടുകൊണ്ട് ചോദിച്ചു. അപ്പൊ നിലത്തിടക്കുന്ന ചേട്ടൻ നിനക്ക് ഇനിയും മതിയായില്ല അല്ലേ എന്നൊരു നോട്ടത്തോടെ സൈഡിലേക്ക് കണ്ണു കാണിച്ചു. സൈഡിലേക്ക് നോക്കിയ ചേട്ടൻ ഒന്നുകൂടെ വിജൃംഭിച്ചു. അതാ പച്ച കൗണിട്ട് നിൽക്കുന്ന ഭദ്രകാളി. കല്ലുവാണെങ്കിൽ ഗുസ്തി മത്സരത്തിൽ നിൽക്കുന്ന പോലെ വാടാ ഒന്ന് വന്ന് നോക്കടാ എന്ന മട്ടിൽ നിൽക്കുന്നു. ചേട്ടന്മാർ അതേ പോസിൽ തന്നെ നിന്നും കിടന്ന സർവ്വദൈവങ്ങളെയും കൂട്ടത്തിൽ ഡോറയും വിളിച്ചു വീട്ടിലേക്കുള്ള വഴിയറിയാൻ വേണ്ടിയേ. ഇനിയിപ്പോ ഡോറ 3 വട്ടം വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്ത് മാപ്പിനെ വിളിച്ച് മാപ്പിന്റെ പാട്ടും കഴിഞ്ഞ് വഴി കണ്ടുപിടിക്കുമ്പോഴേക്ക് ഇവരെ കൊന്നിട്ടുണ്ടാവും. എങ്ങോട്ട് ഓടുന്നറിയാതെ അവർ ചുറ്റും നോക്കി. അല്ലെങ്കിൽ ഇതിനെയൊക്കെ ജനലും കഥവില്ലാത്ത അന്ധകാരത്തിലോട്ടൊക്കെ വലിച്ചുകൊണ്ട് വരുമ്പോൾ ആലോചിക്കണമായിരുന്നു. വേദനയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട്. വീണ്ടും കണ്ണുകൊണ്ട് എന്തോ കഥകളി കാണിച്ചു. സംഭവം എന്താണെന്ന് ലവനിൽ അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരുടെ മുഖത്ത് ക്രൂരമായൊരു ഭാവം നിറഞ്ഞു. പ്ലാൻ എ പാളിപ്പോയ സ്ഥിതിക്ക് പ്ലാൻ ബി ഇറക്കാനാണ് അവരുടെ ഉദ്ദേശം. അവർ കല്ലുവിനടുത്തേക്ക് അടിവെച്ച് നടന്നു. അത് കണ്ടതും ജഗ്ഗു അവരെ പ്രതിരോധിക്കാൻ ഒരു മാർഗത്തിനായി ചുറ്റും തിരഞ്ഞു. കല്ല് മാത്രം തല പൊട്ടിച്ചിടുകയാണെങ്കിലും എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞെന്ന കുറുപ്പിനെ പോലെ അങ്ങനെ നിന്നു. അവളുടെ ഒരു കാലകലത്തിനപ്പുറം രണ്ടുപേരും നിന്നു. സാധാരണ ഒരു കയ്യകലാണല്ലോ, ഇതെന്തോ ഒരു കാലകലമെന്ന് ചിന്തിക്കരുത്. കാരണം 1 കൈയിനേക്കാൾ നീട്ടം കാലിനുണ്ട്, 2 കാലുകൊണ്ടാണ് രണ്ടുപേർക്ക് നേരത്തെ കിട്ടിയത്. ആ കിട്ടിയത് മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വെറും മൂച്ചാളി ഗുണ്ടകളാണ് അവരെന്ന് കരുതരുത്. അവരെ തറവാട്ടി പിറന്ന ഗുണ്ടകളാ. അവരെന്തോ പറയാൻ നെഞ്ചു വിരിച്ച് നിന്നു. എന്തടാന്ന് കല്ല്, മാമ്മമാർക്ക് ആള് മാറിയതാ മോളെ, മാപ്പെടുക്കട്ടെ. ഇത് അല്ല മാപ്പാക്കണം. കാലിൽ വീണില്ലെന്നേ ഉള്ളൂ. കൈകൂപ്പി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞ്. പാവങ്ങൾ. തല്ലാൻ വേണ്ടി വടിയെടുക്കാൻ പോയവൻ ഇതൊക്കെ കണ്ട് മിഴിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ വിശാല മനസ്കായ കല്ലു ഗോപാലകൃഷ്ണന്മാരോട് ക്ഷമിച്ചിരിക്കുന്നു. എന്താ നിങ്ങളുടെ പേര്? ഇനി കോടീശ്വരം പരിപാടി ഉണ്ടോ? അതെ, ഞാൻ പീക്കിരി സുമേഷ്, ഇവൻ ഇക്കിളി രമേഷ്. കടികിട്ടിയ ചേട്ടൻ നല്ലൊരു ചിരിയോടെ പറഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടി അഭിനയിക്കുന്നതാണെന്ന് പറയത്തേയില്ല. ആക്ടിങ്ങിൽ ഇവൻ ബാബു നമ്പൂതിരിയെ കടത്തി വിട്ടു. മേലാലിന്റെ കൺവെട്ടത്ത് കണ്ടുപോയത് പൊക്കോ. നാട്ടുകാരെ മൊത്തം ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുന്ന ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കാൻ പറ്റൂ സക്കീർ ബായിക്ക്? ബട്ട് കല്ലു ക്യാൻ. ഒക്കെ സമ്മതിച്ച് രമേശാണ് സുരേഷ് വന്ന വഴി തിരികെ പോകാൻ നോക്കിയതേ ഉള്ളൂ, നടന്നില്ല. എല്ലാം കണ്ടുകൊണ്ട് ഒരുത്തൻ അവിടെ പന പോലെ നിൽക്കുമല്ലേ, കടത്തി വിട്ടില്ല. അതാ ചെസ് നമ്പർ 1ന്റെ ചവിട്ട് നാടൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെസ് നമ്പർ 2വിന്റെ മ്യൂസിക് വിത്ത് ബോഡി ഷോ. അങ്ങനെ അങ്ങ് പോയാലോ? ഒരു തല്ല്. ഇനി പോവാലോ എന്ന് ചോദിച്ച് സ്ലോ മോഷനിൽ നടത്തും. ഇതൊക്കെയല്ലേ നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നേ? അതെ, അവനും കണ്ടതാ സേതുരാമയ്യർ CBI 3 വട്ടം. അതുകൊണ്ട് അടി വരുന്നതിന് മുമ്പേ നേരത്തെ അവനെ തല്ലാനെടുത്ത വടി അവൻ മുന്നോട്ട് നീക്കി പിടിച്ചു. അവന്റെ വിവരദോഷത്തിനോ അവരുടെ ഭാഗ്യദോഷത്തിനോ എന്നറിയില്ല, അവര് തല്ലിയില്ല. പകരം അവന് പറയാനുള്ളത് കേൾക്കാൻ കാതോർത്തു. ഒരു ഗുണ്ടയായാൽ എന്തൊക്കെ സഹിച്ചാലാ, എന്നാലും ഒരു പുച്ഛമുണ്ട് മുഖത്ത്. അത് അതിവിദഗ്ധമായി കണ്ടുപിടിച്ച ജഗ്ഗു അവന്റെ അടുത്ത നമ്പരിട്ടു. ഐ ആം ജഗന്നാഥ് IPS, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ആ പുച്ഛം പയ്യെ മാഞ്ഞു. നല്ല കിണ്ണം കാച്ച് പേടി വന്നെറിഞ്ഞ് രണ്ടിനെയും മുഖത്ത്. എന്തായിരുന്നു ഉദ്ദേശം? ജഗ്ഗു സീരിയസ് ആയി. കൈ അവിടെ നിന്ന് ഏന്തി വലിഞ്ഞ് ചെവി വട്ടം പിടിക്കുന്നുണ്ട്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അടുത്തേക്ക് വരരുതെന്ന് ജഗ്ഗു പറഞ്ഞിരുന്നു. അത് അവളെ തട്ടിക്കൊണ്ടുപോവാൻ. അത് മനസ്സിലായി. എന്തിന്? ആർക്ക് വേണ്ടി? അതാണ് ചോദ്യം. അതറിയില്ല സാർ. കള്ളം പറയുന്നോടാ, ഞാൻ ആരാന്ന് എനിക്കറിയില്ല. ജഗ്ഗു പീക്കിരി സുരേഷിന്റെ കോളിൽ കയറി പിടിച്ചു. അയ്യോ സാർ, സത്യമായിട്ടും അറിയാത്തോണ്ടാ. ഞങ്ങൾക്ക് ഈ കൊച്ചിന്റെ ഫോട്ടോ എന്നിട്ട് മുകളിലെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്നിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് പോകണമെന്നേ പറഞ്ഞുള്ളൂ. സുരേഷിനെ രക്ഷിക്കാൻ രമേശ് ഇടപെട്ടു. അതെ സാർ. സുരേഷ് രമേശിനെ പിന്തുണച്ചു. നിങ്ങളിതാരെ ഏൽപ്പിച്ച്? അത് ഞങ്ങളുടെ നേതാവാ, ഇത്തിക്കണ്ണി സോമൻ. ഈ പറഞ്ഞൊക്കെ സത്യം അല്ലെങ്കിൽ നിന്നെയൊക്കെ നിന്റെ താളത്തിൽ ഞാൻ പൊക്കും. മനസ്സിലായോടാ? മനസ്സിലായി സാർ. എന്നാ പൊക്കോ. പാവങ്ങൾ സ്കൂൾ വിട്ട പിള്ളേരോടോ ഇതുപോലെ. എടി ജാക്കി ചാത്തി ഇങ്ങ് വന്നേ. അവര് പോയതും ജഗ്ഗു കല്ലൂരിനെ വിളിച്ചു. കല്ലു ഓടി വന്നു. നീ എങ്ങനെയാ അവിടെ കൈപ്പെട്ടെ? അതോ, ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇമാന്റെ കൈയും കൂട്ടി പിടിച്ച് വായു മൂടിക്കെട്ടി ഇതിൽ കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഉടുപ്പാ കമ്പി കുടുങ്ങി. അപ്പോൾ അതെടുക്കാനായി ഇക്കിളി രമേശ് തിരിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ വയറിനൊരു ചവിട്ട് കൊടുത്തു. അയാൾ അപ്പം തന്നെ നിലത്ത് വീണു. പിന്നെ ആ പുറകിൽ നിന്ന് അയാളെ കാലുമടക്കി തൊഴിച്ചൊരു കടിയും കൊടുത്തു. അപ്പോഴല്ലേ നീ വന്ന്? ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. അല്ല, നീ എങ്ങനെ ഇവിടെ എത്തി? അതോ, നിന്നെ കാണാൻ തിരക്കി വന്നാ? ആണോ? നീ പേടിച്ചു പോയോ? പിന്നില്ലേ, ഏട്ടനിപ്പോൾ കൂടെ പറഞ്ഞുള്ളൂ നിന്നെ നോക്കണമെന്ന്. ആ പറഞ്ഞ പോലെ ഇന്നിവിടെ നടന്നു നീ ഏട്ടനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ കഴുത്തിന് മേലെ തല കാണില്ല.
കല്ലു വിഷമത്തോടെ മൂളി. അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് കാശിയോട് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയത് സംഭവവികാസങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് എസ് എ പോലൊരു മെസ്സേജ് കാശിക്ക് അയച്ചിട്ട് കല്ലു പുതച്ചുമൂടി കിടന്നുറങ്ങി. ആ മെസ്സേജ് കണ്ട ആളുടെ ഉറക്കം പോയത് അറിയാതെ. ഉറക്കം പോയ കാശി അവൻ്റെ ഫ്ലാറ്റിലൂടെ തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ഫോൺ കയ്യിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കല്ലു അയച്ച മെസ്സേജ് വീണ്ടും വായിച്ചു നോക്കും. എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്നറിയാൻ അരിച്ചു പെറുക്കി വായിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ തളരുന്ന രാമൻകുട്ടിയല്ല എൻ്റെ കാശി. അവൻ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നടപ്പ് നിർത്തിയിട്ടില്ല. പക്ഷേ മുഖത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന സങ്കടവും ദൈന്യതയും വേദനയും ഒക്കെ മാറി നല്ല കട്ട കലിപ്പ് വന്നിട്ടുണ്ട്. ഇനി ഈ വിളിക്കുന്ന ആരെയാണെന്നായിരിക്കും ചിന്തിക്കുന്നു. വേറെ ആരെ? നമ്മുടെ കഥയിലെ പ്രധാന വില്ലനെ. ഞെട്ടിയോ കുട്ടിമാമ? ഏറെ നേരം ബെല്ലടിച്ച ശേഷം ഫോണിന്റെ മറുവശത്തു നിന്ന് ഉറക്കത്തിന്റെ ആലസ്യത്തിൽ ഒരു ഹലോ വന്നു. അത് പിന്നെ മെയിൻ വില്ലനാണെങ്കിലും ജൂനിയർ വില്ലനാണെങ്കിലും ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ച ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഇതെന്റെ കഥയിലെ വില്ലന്മാരുടെ മാത്രം സവിശേഷതയല്ല കേട്ടോ. ആ ഹലോക്ക് മറുപടിയായി കാശി എന്തോ മുട്ടൻ തെറിയാണ് വിളിച്ച്. അത് കേട്ട് ഞെട്ടി ഉറക്കം വിട്ട വില്ലൻ അപ്പോഴാണ് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്നത്. ഇതാരെയും നട്ടപ്പാതിരിക്ക് വിളിക്കുന്ന ഭാഷാ പരിജ്ഞാനി എന്ന് അറിയണല്ലോ. അറിഞ്ഞ പിറകെ വീണ്ടും ഞെട്ടി. ഓ ശത്രു എന്തോ പറയുന്നുണ്ടല്ലോ. വീണ്ടും ഫോൺ ചെവിയോട് അടുപ്പിച്ച്. അവളെ ഇതിലേക്ക് വലിച്ചിട്ട് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാളാ നീ ഇത് ചെയ്ത്? വീട്ടിൽ കയറി കളിച്ച നീ കാണാത്ത മറ്റൊരു മുഖം എനിക്ക് അതും കൂടി കാണേണ്ടി വരും നിനക്ക്. ലേ വില്ലൻ. അവളാ? ഏതവള്? ഏത് വീട്? ഹോ, കൺഫ്യൂഷൻ ആയല്ലോ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.